കഴിഞ്ഞ എത്രയോ കാലമായി നാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് നഴ്സുമാരുടെ ശമ്പളം, നഴ്സുമാരുടെ വേതനം അത് കൃത്യമായി ഉറപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്നു, എന്ത് ഇടപെടൽ നടത്തുന്നു? അതിൽ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. ശമ്പള വർധന ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാർ ഇന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുമായി ചർച്ച നടത്തും. വൈകിട്ട് 5 മണിക്ക് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ചർച്ച. ആരോഗ്യമന്ത്രി കെ മുരളീധരനും ചർച്ചയിൽ പങ്കെടുത്തേക്കും. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും നഴ്സുമാരുടെ സംഘടനയായ UNA ഭാരവാഹികളും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമരത്തെ തോൽപ്പിക്കാൻ മാനേജ്മെന്റുകൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതായി UNA പ്രസിഡന്റ് ജാസ്മിൻ ഷാ ബിഗ് ടിവിയോട് പറഞ്ഞു. മത നേതാക്കളെയോ മതസംഘടനകളെയോ പേടിയില്ലെന്നും അടിമകളെപ്പോലെ നഴ്സുമാർ ഇനി നിൽക്കില്ലെന്നും ജാസ്മിൻ ഷാ പറഞ്ഞു. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായ സമരത്തിലേക്ക് ഞങ്ങൾക്ക് ഈ മത നേതാക്കന്മാരെയോ മത സമുദായിക സംഘടനകളുടെയോ ഇവരൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ നാളെ ഇലക്ഷന് മത്സരിക്കുന്ന പാർട്ടിയൊന്നുമല്ല. ഇവർ എപ്പോഴും പറയുന്നൊരു ഭാഷയുണ്ട്, കഴിഞ്ഞ ഇലക്ഷന് ഞങ്ങൾ കൊടുത്ത ഫണ്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇവരെ സംബന്ധിച്ചിടത്തോളം ആര് വന്നാലും ഞങ്ങൾക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന മാനേജ്മെൻറ്റാണ് കേരളത്തിലുള്ളത്. നിങ്ങളുടെ സമരത്തിൽ വേറെ ഏതെങ്കിലും ഒരു കൊടിയുടെ ആളുകൾ വന്ന് പിന്തുണക്കുന്നത് നിങ്ങൾ കണ്ടോ? വരില്ല. ഞങ്ങൾ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. അതാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്ന മാനേജ്മെൻറ്റോട് ധാർഷ്ട്യം. ആശുപത്രി മാനേജ്മെൻറ്റോട് ചോദിക്കാറുണ്ട്, ഇത് ഒരു ബിഗ് ടിവിയുടെ പിന്തുണ കണ്ടിട്ടാണോ നിങ്ങൾ ഇത്രയധികം മുന്നോട്ട് പോകാറുണ്ട്? പക്ഷേ ഞങ്ങൾക്ക് ബിഗ് ടിവി തന്ന പിന്തുണ ചെറിയതല്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്നുണ്ട് ഓരോ നഴ്സുമാരും. കാരണം ലോകത്തെമ്പാടുമുള്ള നഴ്സുമാർക്ക് ഒരു ആശ്വാസമായിട്ട് തന്നെയാണ് ബിഗ് ടിവിയുടെ ഇടപെടൽ ഉണ്ടാവുന്നത്. കാരണം ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്കൊപ്പം ആരും നിൽക്കുന്ന സമയത്ത് ഈ ചാനൽ തുടങ്ങിയ അന്നു മുതൽ ഈ സെക്കൻഡ് വരെ നിർലോഭമില്ലാതെ കലവറയില്ലാത്ത പിന്തുണ നേഴ്സിംഗ് സമൂഹത്തിന് ബിഗ് ടിവിയുടെ ഭാഗത്ത് നിന്ന് തന്നിട്ടുണ്ട്. നിർലോഭമില്ലാത്ത കലവറയില്ലാത്ത പിന്തുണയാണ് കേരളത്തിലെ നഴ്സുമാർക്ക് ബിഗ് ടിവി നൽകുന്നത്. അത് തുടരുക തന്നെ ചെയ്യും. കാരണം പാവപ്പെട്ടവർക്കൊപ്പമാണ്, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്നവർക്കൊപ്പമാണ് ബിഗ് ടിവി നിലകൊള്ളുന്നത്. കാരണം കേരളത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നഴ്സുമാരുടെ ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ കഴിഞ്ഞ എത്രയോ ആഴ്ചകളായി നാം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ കാണാൻ കണ്ണുള്ളവർ കാണട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ ആരാണ് കാണുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സർക്കാർ കാണുന്നില്ല, ഈ പറയുന്ന മാനേജ്മെന്റുകൾ കാണുന്നില്ല, അവരൊക്കെ കണ്ണടച്ചിട്ടാക്കുകയാണ്. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുള്ള നഴ്സുമാരുടെ ആവശ്യം അത് ന്യായമെന്നാണ് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചിരിക്കുന്നത്. നഴ്സുമാരുടെ സമരത്തിൽ പരിഹാരം കാണാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. ലേബർ കോഡ് അടക്കം നിലനിൽക്കുന്നത് ചില പരിമിതികൾ സൃഷ്ടിക്കുന്നുണ്ട്. നഴ്സുമാർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിലവിൽ ഇന്ന് ചർച്ച നടക്കുവാണ്. വളരെ ദിവസങ്ങളായി തുടരുന്ന 100 ദിവസത്തിലധികമായി തുടരുന്ന സമരമാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ ഇന്ന് സാധിക്കുമോ? നഴ്സുമാർക്ക് പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുമോ? സർക്കാർ തുറന്ന സമീപനവുമായാണ് ചർച്ചയ്ക്ക് ഇന്ന് വൈകിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും, മാനേജ്മെൻറ്റിനെയും നഴ്സുമാരുടെ പ്രതിനിധികളെയും എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. തീർച്ചയായും നഴ്സുമാർ നമ്മുടെ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ നിയമപരമായി സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യും. നിലവിൽ ഈ തൃശ്ശൂർ അമല ജൂബിലി മാത്രമല്ലല്ലോ, അവരുടെ ഈ ശമ്പള പരിഷ്കരണം അടക്കമുള്ള പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാർ ഇറക്കിയ ഒരു കരട് വിജ്ഞാപനമടക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ശമ്പള പരിഷ്കരണം എന്നുള്ള ആവശ്യത്തോട് എങ്ങനെയാണ് സർക്കാരിൻ്റെ സമീപനം? തീർച്ചയായും ന്യായമായ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ സമീപനമാണ് സർക്കാരിനുള്ളത്. നിയമപരമായ സാധ്യതകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സർക്കാർ ചെയ്യും. ലേബർ കോഡ് നിലനിൽക്കുന്നുണ്ട്, അതടക്കമുള്ള പ്രശ്നങ്ങൾ സർക്കാരിന് പരിമിതികളുണ്ട് എന്നുള്ളതും കൂടിയാണ്. തീർച്ചയായും. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി, തിരുവനന്തപുരത്ത് നിന്ന് ദൃശ്യ, കോഴിക്കോട് നിന്ന് ദീപക് മലയമ്മ എന്നിവർ ചേരുന്നത്. സൂരജ് സജി, ഈ അവിടെ നഴ്സുമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആ കളക്ടറേറ്റ് പടിക്കൽ സമരം ഇരിക്കുകയാണ്. അവരുടെ പ്രതീക്ഷ ഇന്ന് വൈകിട്ട് 5 മണിക്കത്തെ യോഗത്തിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാട് ഈ മാനേജ്മെൻറ്റിനെ കൊണ്ട് എടുപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും എന്നുള്ളതാണ്. അവർ എങ്ങനെയാണ് ഇപ്പോൾ പ്രതീക്ഷ വയ്ക്കുന്നത്? മാത്രമല്ല, സർക്കാരിൻ്റെ ഒരു വിജ്ഞാപനം കൂടി വരേണ്ടതുണ്ടല്ലോ. കാരണം ഈ 40,000 രൂപ എന്നുള്ളതാണ് അടിസ്ഥാന ശമ്പളമാക്കി മാറ്റണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. ആ വിജ്ഞാപനം കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ അവർ ഇപ്പോൾ ഈ സമരത്തിനിരിക്കുന്നത്. ജോഷി, ഇന്ന് വൈകുന്നേരം നടക്കുന്ന ചർച്ചയിൽ വലിയ പ്രതീക്ഷയാണ് നഴ്സുമാരെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴും തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിലുള്ള അവരുടെ സമരം തുടരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് അവരുടെ സമരപ്പന്തലിലാണ്. നഴ്സുമാരെല്ലാവരും അതിരാവിലെ മുതൽ തന്നെ അവരുടെ സമരം തുടരുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് 107 ദിവസം പിന്നിടുകയാണ് ഇവരുടെ ഈ സമരം തുടങ്ങിയിട്ട്. അത് തൃശ്ശൂർ കളക്ടറേറ്റിന് മുന്നിലും അതോടൊപ്പം തന്നെ ജൂബിലി മിഷൻ അമല ആശുപത്രിക്കൊക്കെ മുന്നിൽ ഈ സമരം തുടരുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച നടത്തിയ ചർച്ച പരാജയപ്പെടുന്നു. പിന്നീട് ഈ ബിഷപ്പ് ഹൗസ്
ഹൗസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് അടക്കം വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ആ ഇടപെടലിനെ വലിയ സ്വാഗതം ചെയ്യുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന തരത്തിലാണുള്ളത്. ഇന്നലെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അടക്കം വളരെ പോസിറ്റീവായ ഒരു സമീപനം ഉണ്ടായി എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പം എങ്ങനെ ഇന്നത്തെ ചർച്ചയിലൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു തീരുമാനം ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഇടപെടലാണോ പ്രതീക്ഷിക്കുന്നത്? അതെ അതെ, ജാസിം ഷാ പറഞ്ഞത് മുഖ്യമന്ത്രിയെ കണ്ട് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനമാണ് ഇന്നുണ്ടാവാൻ പോണെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ദിവസമായില്ലേ സമരം തുടങ്ങിയിട്ട്? അതെ, ഇപ്പം 108ാമത്തെ ദിവസമാണ് ഇന്ന്. വെയിലും മഴയൊക്കെ കൊണ്ട് കുറേ ദിവസം സമരം ചെയ്തു. അപ്പോൾ സർക്കാർ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്, നന്നായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് നല്ല ഇതാവുമെന്ന് വിചാരിക്കുന്നു, പോസിറ്റീവാന്ന് വിചാരിക്കുന്നു. തീരുമാനം ഉണ്ടാകുന്നതാണോ? തീരുമാനം ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സർക്കാരിനോട് എന്താ പറയാനുള്ളത്? സർക്കാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു തീരുമാനം എടുക്കുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് ഭംഗം വരില്ല എന്ന് വിശ്വസിക്കുന്നു. ജോഷി, അതാണ്, അതായത് ഇവരൊക്കെ വലിയ പ്രതീക്ഷയിലാണുള്ളത്. സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകും, അവരുടെ സമരത്തിന് ഇന്നൊരു അവസാനം ഉണ്ടാകും എന്നുള്ളതാണ്. രാവിലെ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അതിരാവിലെ എത്തിയ നഴ്സുമാരുണ്ടായിരുന്നു. അവർ വീട്ടിലേക്കൊക്കെ മടങ്ങിയിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യം, അതായത് വൈകുന്നേരം ഈ സമരം വിജയിച്ചതിന് ശേഷം ആ വിജയം ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വരാൻ കഴിയട്ടെ എന്നുള്ള ഒരു ആശംസയോടുകൂടിയാണ് രാവിലെ ഇവിടെ അതിരാവിലെ സമരത്തിനെത്തിയ ആളുകൾ ഈ സഭാ നേതൃത്വമുണ്ടല്ലോ, ഈ പറയുന്ന തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഈ പറയുന്ന ആൻഡ്രൂസ് താഴത്തുണ്ടല്ലോ, അവിടുത്തെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഡയറക്ടർ ബോർഡിലെ അച്ഛന്മാരുണ്ടല്ലോ, വൈദികർ, ഇവരൊക്കെ എവിടെയാണ്? കാരണം അനുഭാവപൂർണമായ ഒരു സമീപനം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഇപ്പോഴത്തെ നിലയിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ? അതോ സർക്കാരിന് ബലം പ്രയോഗിക്കേണ്ടി വരുമോ? ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരുമോ? വഴങ്ങലിൻ്റെ ഏതെങ്കിലും ലക്ഷണം ഈ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ടോ? ജോഷി, അത്തരമൊരു അനുഭാവപൂർവമായ ഇടപെടൽ അത് ഇപ്പോഴും തൃശ്ശൂർ അതിരൂപതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അല്പം മുമ്പ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വരികയുണ്ടായി. അത് ഈ വൈദിക സമിതിയുടെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന്റെ തീരുമാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് വീണ്ടും ഈ സമരത്തെ നേരിടുമെന്ന വെല്ലുവിളി പ്രഖ്യാപനമാണ് തൃശ്ശൂർ അതിരൂപതയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആശുപത്രി ചെയർമാനായിട്ടുള്ള ബിഷപ്പിനെതിരെയായിരുന്നു, ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെതിരെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇവരുടെ പ്രതിഷേധം നടന്ന. ആ പ്രതിഷേധം നടന്ന സമയത്തടക്കം ഇവർ പറഞ്ഞിരുന്നു, തങ്ങൾ ഒരിക്കലും തൃശ്ശൂർ അതിരൂപതയ്ക്കെതിരെയല്ല സമരം നടത്തുന്നത്, മറിച്ച് ഇതിന്റെ ചെയർമാൻ പദവി അലങ്കരിക്കുന്ന ബിഷപ്പിനെതിരെയാണെന്ന് ഇവർ. അതൊരു വെല്ലുവിളിയല്ലേ സൂരജ് സജി? കാരണം വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് ഈ സമരത്തെ നേരിടും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആ പറയുന്ന വിശ്വാസികളുടെ ഒക്കെ മക്കൾ, സഹോദരങ്ങളൊക്കെ തന്നെ ഈ നയാ പൈസയ്ക്ക്, തുച്ഛമായ പൈസയ്ക്ക് ഈ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ബിഷപ്പ് പറഞ്ഞാൽ, അവിടുത്തെ വൈദിക സമിതി പറഞ്ഞാൽ, അങ്ങനെ നിരത്തിലേക്ക് ഈ സമരത്തെ നേരിടാൻ ഈ പറയുന്ന വിശ്വാസികൾ ഇറങ്ങുമെന്ന് കരുതേണ്ടതുണ്ടോ? ജോഷി, ഈ വിശ്വാസികളെ സംബന്ധിച്ച് അവർ ഒരിക്കലും ഈ സഭയെ അനുകൂലിച്ചുകൊണ്ട് സമരത്തിറങ്ങുമെന്ന് കരുതാൻ കഴിയില്ല. കാര്യം അവർക്ക് ഈ നേഴ്സുമാരോടൊപ്പമേ നിൽക്കാൻ കഴിയുകയുള്ളൂ. അതായത് യാതന അനുഭവിക്കുന്നതും ദുരിതം അനുഭവിക്കുന്നതും ഒക്കെ ഈ നേഴ്സുമാരാണ്. അവർക്കെതിരെ സമരത്തിനിറങ്ങണമെന്ന് രൂപത ആഹ്വാനം ചെയ്യുമ്പോൾ ആ വിശ്വാസികൾ സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ കുർബാനയുടെ പൈസ 100-ൽ നിന്ന് 150 ഉയർത്തുന്നു. മറ്റ് പള്ളികളിലെ ചടങ്ങുകൾക്കുള്ള തുകകൾ അതെല്ലാം കുത്തനെ ഉയർത്തുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഒരു 100 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടാണ് ഈ സമരം രൂപതയ്ക്കെതിരാണ് എന്നിവർ പറയുന്നതെങ്കിൽ അതിലൊരു ന്യായമുണ്ട്. ഈ 3 വർഷമാകുന്നു ഇവരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ട് ഒരു 100 രൂപ പോലും കൂട്ടിക്കൊടുക്കാത്ത മാനേജ്മെന്റ് പറയുകയാണ് ഇത് രൂപതയെ തകർക്കുന്നതിന് വേണ്ടിയാണ്, ആശുപത്രിയെ തകർക്കുന്നതിന് വേണ്ടിയാണ്, ഇത് ഒരു കോർപ്പറേറ്റ് ഗൂഢശക്തികളുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന രൂപത എന്ന് വിശ്വാസികളോട് നാഴികയ്ക്ക് 40 വട്ടം ഓരോ കുർബാനയ്ക്കിടയിലും പറയുന്ന രൂപതയാണ്, അല്ലെങ്കിൽ വൈദിക സംഘമാണ് ഇപ്പോൾ ഈ നേഴ്സുമാർക്ക് നയാ പൈസ കൊടുക്കാതിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അത് അവിടുത്തെ വിശ്വാസികൾ തിരിച്ചറിയണം. ഈ പറയുന്ന ബിഷപ്പും ആർച്ച് ബിഷപ്പും അവിടുത്തെ വൈദികരും പറഞ്ഞാൽ ഉടനെ ഈ പാവപ്പെട്ട നേഴ്സുമാർക്കെതിരെ സമരവും പ്രതികാരവുമായി അവിടുത്തെ വിശ്വാസികൾ ഇറങ്ങില്ല എന്നു തന്നെ കരുതാം. കാരണം നമുക്കറിയാമല്ലോ, ഈ തൃശ്ശൂർ അതിരൂപതയിലെ ഈ പറയുന്ന ആശുപത്രിയിലെ അമലയിലും ജൂബിലിയിലുമായാലും അവിടെ ജോലി ചെയ്യുന്ന 80% നേഴ്സുമാരും ഈ ക്രൈസ്തവ, കത്തോലിക്ക, സിറോ മലബാർ
മലബാർ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അത് മറക്കരുത് വിശ്വാസികൾ എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ബിഗ് ടി വി ഒരിക്കലും കത്തോലിക്ക സഭയ്ക്കെതിരെയോ സിറോ മലബാർ സഭയ്ക്കെതിരെയോ തൃശ്ശൂർ അതിരൂപതയ്ക്കെതിരെയോ അല്ല നിലപാടെടുക്കുന്നത്. മറിച്ച് ഒരു കാര്യം കൂടി അറിയണം, അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട നഴ്സുമാരുണ്ട്. അവർക്ക് നയാ പൈസ കഴിഞ്ഞ 3 വർഷമായി കൂട്ടിക്കൊടുക്കാത്ത അവിടുത്തെ അതിരൂപതയുടെ ഈ ചെയർമാൻ എന്ന് പറയുന്ന അവിടുത്തെ ആർച്ച് ബിഷപ്പാണല്ലോ മാർ ആൻഡ്രൂസ് താഴത്ത്. അദ്ദേഹം അടക്കമുള്ളവരുടെ നിലപാടുകളെയാണ് സ്വാഭാവികമായും ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സഭയ്ക്കോ വിശ്വാസത്തിനോ എതിരല്ല. പക്ഷേ വിശ്വാസികളെ നിരത്തി, വിശ്വാസികളെ പുറത്തേക്ക് ഇറക്കി. യെസ് സൂരജ് ജോഷി അന്നത്തെ രാത്രി എന്താണ് ഈ പാവപ്പെട്ട നേഴ്സുമാർ അന്ന് അവർ ആ സമരമുഖത്തിരിക്കുന്ന സമയത്തും എന്താണ് അവർ ചെയ്തതെന്ന് ഉള്ളതിൻ്റെ ആ വീഡിയോ ഒന്ന് PCR-നോടൊന്ന് പ്ലേ ചെയ്ത് കൊടുക്കാൻ കഴിയണം. കാര്യം അവർ അവിടെ കന്യാമറിയത്തെ ഓർത്തുകൊണ്ട് ബൈബിൾ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് അവരുടെ പ്രതിപുരുഷന് മുന്നിൽ യാചനാ സമരവുമായി എത്തിയത്. ജോഷി അതുകൂടി ഒന്ന് വിശ്വാസികൾക്ക് മുൻപിലേക്ക് കാണിച്ചു കൊടുക്കണം. വിഷ്വൽസ് നാം ഇപ്പോൾ കാണിക്കുന്നുണ്ട് സൂരജ്. അന്ന് രാത്രി ആ തൃശ്ശൂർ അതിരൂപതയുടെ ആസ്ഥാനത്തിന് മുൻപിൽ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ അരമനയ്ക്ക് മുൻപിൽ ഈ പറയുന്ന പാവപ്പെട്ട നഴ്സുമാർ കൊന്ത നമസ്കാരവുമായി ജപമാല ചൊല്ലിക്കൊണ്ട് ആ രാത്രി മുഴുവൻ മഴയത്ത് കഴിഞ്ഞുകൂടിയതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈക്കുഞ്ഞുങ്ങളും എന്തിക്കൊണ്ടാണ് ഈ നഴ്സുമാർ ആ പറയുന്ന അരമന വാതിൽപ്പടിയിലേക്ക് എത്തിയത്. പക്ഷേ അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നുണ്ടാവും. കൊച്ചുകുട്ടികൾ, ഈ നഴ്സുമാരുടെ കുട്ടികൾ അടക്കമുള്ളവരാണ് ആ രാത്രി മുഴുവൻ ഈ സമരത്തിന് പിന്തുണയുമായി അവിടെ എത്തിയത്. എന്തായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ ആംബിയൻസ് ഒന്ന് കാണിക്കാൻ കഴിയുമോ? PCR അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കൊന്ത നമസ്കാരമാണ്, ജപമാലയാണ്. അതിലെ ഓരോ മുത്തുമണികളും അവരുടെ കയ്യിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു പ്രാർത്ഥനാ മന്ത്രമായിട്ടാണ് ജപമാല പ്രാർത്ഥനാക്രമത്തിൽ അതിനെ കാണുന്നത്. അന്നു രാത്രി മുഴുവൻ ഈ ജപമാല എന്ന് വെച്ചാൽ എന്താണ്? കൊന്ത നമസ്കാരം എന്നാൽ ദൈവമാതാവിനോടുള്ള പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം. ആ അരമനയ്ക്ക് മുമ്പിലിരുന്നു കൊണ്ട് അന്ന് രാത്രി മുഴുവൻ മഴ നനഞ്ഞ കൊന്ത നമസ്കാരം ചൊല്ലിയത് ആരുടെ കടാക്ഷത്തിന് വേണ്ടിയാണ്? തങ്ങളുടെ കണ്ണീര് അവിടെയുള്ള ചെയർമാൻ ഉണ്ടല്ലോ, ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്, അദ്ദേഹം കാണുമെന്ന് കരുതിയാണ് അന്ന് അവർ അത്തരത്തിലൊരു പ്രാർത്ഥനാ യജ്ഞവുമായി അവിടെ നിലയുറപ്പിച്ചത്. അവരെ പോലീസിനെ കൊണ്ട് തടയിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ നാം കണ്ടതാണ്. അന്ന് ബിഗ് ടി വി വളരെ ശക്തമായി തന്നെ അവർക്കിടയിൽ നിന്നതുകൊണ്ടാണ് അന്ന് വലിയ പ്രശ്നങ്ങളില്ലാതെ ആ സമരം അന്ന് അവസാനിച്ചു പോയത്. മറ്റു മാധ്യമങ്ങൾ ഉപേക്ഷിച്ചെടുത്തു നിന്നാണ്, മറ്റു മാധ്യമങ്ങൾ കാണാതെ പോയെടുത്തു നിന്നാണ് ബിഗ് ടി വി ആ സമരത്തെ ഏറ്റെടുക്കുകയും ആ രാത്രി മുഴുവൻ തത്സമയ സംരക്ഷണവുമായി ഇടതടവില്ലാതെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്തത്. സൂരജ് സജി തൃശ്ശൂരിൽ തുടരുന്നുണ്ട്. സൂരജെ, ഈ വൈകിട്ട് 5 മണിക്കാണ് തിരുവനന്തപുരത്ത് ഈ യോഗം എന്ന് പറയുന്നത്. അതിൽ പങ്കെടുക്കേണ്ടത് ഈ സഭയുടെ പ്രതിനിധികളുണ്ട്, ഈ പറയുന്ന ആശുപത്രിയുടെ പ്രതിനിധികളായ വൈദികരുണ്ട്, മാത്രവുമല്ല നഴ്സുമാരുടെ പ്രതിനിധികളുണ്ട്. ഇവരൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട്. വൈകിട്ടൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ തുടർ സമരത്തെക്കുറിച്ചുള്ള ധാരണ? ജോഷി, വൈകുന്നേരം ഉണ്ടാകുന്ന ചർച്ചയിൽ എന്തായാലും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. കാര്യം ഈ ജൂബിലി അമല ആശുപത്രികൾ മാത്രമല്ല, അതിന് പുറമെ മറ്റ് ആശുപത്രി മാനേജ്മെന്റിനുള്ള പ്രതിനിധികളുണ്ട്, സംഘടനാ പ്രതിനിധികളുണ്ട്, മറ്റ് നഴ്സിംഗ് സംഘടനകളുടെ പ്രതിനിധികൾ അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിൽ ഒരു തീരുമാനം ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ തുടരുന്ന ആ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവരുടെ തീരുമാനം. സ്വാഭാവികമായും പല ആശുപത്രികളിലും, അതായത് തൃശ്ശൂർ ജില്ലയിൽ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക്
പോകാൻ വേണ്ടി നേരത്തെ തന്നെ നോട്ടീസ് നൽകിയതാണ്. അതിന്റെ കാലാവധി ഈ മാസം 25-ാം തീയതി അവസാനിക്കുകയും ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ഈ ബിഷപ്പ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് ഈ സമ്പൂർണ്ണ പണിമുടക്കും തൃശ്ശൂർ ജില്ലയിൽ അന്ന് UN പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ജില്ലാ കളക്ടർ അടക്കം അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് താൽക്കാലികമായെങ്കിലും സമ്പൂർണ്ണ പണിമുടക്കിൽ നിന്ന് അവർ പിൻവാങ്ങിയത്. സ്വാഭാവികമായും ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടാൽ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് അടക്കം പോകുന്നത് അവരുടെ മുന്നിൽ പരിഗണനയിലുണ്ട്. അങ്ങനെ സംസ്ഥാന വ്യാപകമായ സമരത്തിനായിരിക്കും പിന്നീട് കേരളം സാക്ഷ്യം വഹിക്കുക. ജോഷി.